ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റീഡിംഗ്, നിങ്ങളിൽ നിന്നും അകന്നു പോയ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസസ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ 2 പയൽസ് ഞാൻ വെച്ചിട്ടുണ്ട്. നമ്പർ 1 പയലും നമ്പർ 2 പയലും. ഇതിലേതെങ്കിലും ഒരു പയൽ സെറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നമ്പർ 1 പയൽ സെലക്ട് ചെയ്തവർക്ക് എന്തൊക്കെ കാർഡ്സ് ആണ് വന്നിരിക്കുന്നത് നോക്കാം. 8 of Cups, Chariot, 6 of Swords. അപ്പോൾ പയൽ നമ്പർ 1 സെലക്ട് ചെയ്ത വ്യക്തികളുടെ ആ പാർട്ട്ണർ ഇപ്പോൾ മൂവ് ഓൺ ചെയ്തു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവർ കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം മറന്ന് അതിൻ്റെ ഒരു സ്റ്റെപ്പ് ഫോർവേഡിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അവർ അവരുടെ ഡ്രീംസും അവരുടെ ആ ഒരു വിൽ പവറൊക്കെ ഒന്നും കൂടിയും സ്ട്രോങ് ആയിട്ടുണ്ട്. അതായത് ഒരു ബ്രേക്കപ്പ് ഉണ്ടായപ്പോഴോ അല്ലെങ്കിൽ ഒന്ന് വിട്ടു നിന്നപ്പോൾ ഒരു തകർച്ച പോലെ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവർ അതിൽ നിന്നും ഒന്നും കൂടിയും റിക്കവറായി വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞു. അവർക്ക് നല്ലൊരു വിൽ പവറും അവരെന്താണ് ജീവിതത്തിലേക്ക് ഇനി നേരിടേണ്ടതെന്ന വ്യക്തമായ ഒരു ധാരണ അവർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ആ ഡ്രീംസും ഗോൾസും ചേസ് ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല അവരൊരു തരം ലെറ്റിംഗ് ഗോ എന്ന് പറയുന്ന സിറ്റുവേഷനിലാണ് ഇപ്പോൾ. അതായത് അവർ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ വഞ്ചിച്ചു പോയി, അല്ലെങ്കിൽ അവർ നിങ്ങളെ ഇനി തിരിഞ്ഞ് നിങ്ങളുമായിട്ടുള്ള ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നില്ല. അവർ പുറം തിരിഞ്ഞുകൊണ്ട് മുന്നിലേക്കാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ പയൽ നമ്പർ 1 സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിംഗ് ഇതാണ്. ഇനി നമ്മൾക്ക് പയൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് ഏതൊക്കെ കാർഡ്സ് ആണ് വരുന്നത് നോക്കാം. 5 of Pentacles, Devil, the Hanged Man. സെക്കൻഡ് പയൽ നമ്പർ സെലക്ട് ചെയ്തവർക്ക്, നമ്പർ 2 പയൽ നമ്പർ സെലക്ട് ചെയ്തവർക്ക് കാണുന്നത് ആദ്യത്തെ കാർഡിൽ അവർക്ക് എന്തൊക്കെയോ ഒരു ആബ്സെൻസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ്. അവരേതെങ്കിലും തരത്തിലുള്ളൊരു വിഷമം, ഒരു ദുഃഖമൊക്കെ അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവരിപ്പോൾ ഏതോ തരത്തിലുള്ളൊരു പ്രലോഭനത്തിലും ഒരു മായാലോകത്ത് നിൽക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതായത് നിങ്ങളിൽ നിന്ന് വിട്ടുപോയപ്പോൾ അവർക്ക് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരെന്തൊക്കെയോ മായാലോകത്തിലും ഒരു പ്രലോഭനത്തിനൊക്കെ അടിപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. അവർക്ക് ഏതാണ് നിങ്ങളിൽ എത്തണോ വേണ്ടേ, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളിലേക്കും അവരുടെ മനസ്സ് സഞ്ചരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് അവർക്ക് വേറെ വല്ല ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാനുള്ളൊരു പ്രവണത കൂടുതലായിട്ടാണ് കാണുന്നത്. അവരിപ്പോൾ തേർഡ് കാർഡായി ഹാങ്ഡ് മാനിൽ കാണാം ഒരു വ്യക്തി ഒരു മെഡിറ്റേറ്റീവ് പോസ്റ്റിൽ നിൽക്കുന്നത്. അപ്പോൾ അത് അവരൊരു വേറിട്ട ചിന്താഗതിയിലൂടെ കടക്കുന്നു എന്നാണ് കാണുന്നത്. ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു തലതിരിഞ്ഞ രീതിയിൽ, അതായത് വേറിട്ട രീതിയിൽ അവർ കാര്യങ്ങളെ ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ നിങ്ങളെ അവർ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവരൊരു തരത്തിലുള്ളൊരു പ്രലോഭനത്തിന് ഒരു മായാലോകത്തിൽ അടിപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ മേ ബി അവർക്ക് ഒരു മാറ്റം സംഭവിക്കാം. അവരെന്തായാലും കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ടൊരു തീരുമാനം എടുക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. ഒരു ധ്യാനത്തിൻ്റെ പോസ്റ്ററിലാണ് ഇപ്പോൾ അവരെന്തായാലും അവരൊരു കാര്യം നീട്ടിവെക്കാനുള്ളൊരു പ്രവണത അവരിൽ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ തീരുമാനം എടുക്കണ്ട, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറയാം, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് തിരിച്ചു വരാം, അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം എന്നൊരു ചിന്ത അവരിപ്പോൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ നിങ്ങളെ കോൾ ബാക്ക് ചെയ്യാനോ മെസ്സേജ് ചെയ്യാനുള്ളൊരു സാധ്യത ഈ സെക്കൻഡ് പയൽ നമ്പർ സെലക്ട് ചെയ്തവർക്ക് കാണുന്നുണ്ട്. ഇനി ഫസ്റ്റ് പയൽ നമ്പർ സെലക്ട് ചെയ്തവരുടെ പാർട്ട്ണറിൻ്റെ ഹിഡൻ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഐ ഡോണ്ട് ട്രസ്റ്റ് യു എനി മോർ എന്നാണ്. അതായത് പയൽ നമ്പർ 1 ആപ്റ്റായിട്ടുള്ള കാർഡ് തന്നെയാണ് ഫീലിങ്സിലും വന്നിരിക്കുന്നത്. രണ്ടാമതായി വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഐ വാണ്ട് ടു സ്പെൻഡ് മൈ ഓൾ ലൈഫ് വിത്ത് യു. അതായത് അവർ നിങ്ങളെ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല എന്നവർ പറയുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലെന്തോ സ്നേഹമുണ്ട്, അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ മനസ്സിലൊരു സ്നേഹം കരുതുന്നുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ അവരുടെ മനസ്സിൽ ആ കഴിഞ്ഞു പോയ നിമിഷങ്ങളെല്ലാം ഓർമ്മിക്കുന്നുണ്ട് എന്നോട് വ്യക്തമാണ്. അവർ സ്വീകരിക്കാനും ആ ഒരു ലൈഫ് നിങ്ങളോടൊപ്പം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ എന്തുകൊണ്ടോ അവരുടെ സാഹചര്യം കൊണ്ട് അവർ തിരിച്ചു വരാൻ
ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്കൊരു സാധ്യമല്ല. എന്തോ തരത്തിലൊരു വഞ്ചന നിങ്ങളോട് ചെയ്തു പോയ പോലെയാണ് ഫൈനൽ കാർഡിൽ കണ്ടത്. അപ്പോൾ അവരുടെ ഫീലിങ്സ് ഇതാണ്. ഇനി സെക്കൻഡ് പൈൽ നമ്പർ സെലക്ട് ചെയ്തവരുടെ കാർഡ്സ് ഏതാണെന്ന് നോക്കാം. ആദ്യമായി വന്ന കാർഡ് ഐ നോ ഐ മെസ്ഡ് അപ്പ് അവർ റിലേഷൻഷിപ്പ്. രണ്ടാമത് വന്നത് മൈ ലൈഫ് ഈസ് വർത്ത്ലെസ് വിത്തൗട്ട് യു. അപ്പോൾ ആദ്യത്തെ കാർഡ് പറയുന്നത് ഐ നോ ഐ മെസ്ഡ് അപ്പ് അവർ റിലേഷൻഷിപ്പ്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇങ്ങനെയാകാൻ ഒരു പക്ഷേ ആ വ്യക്തി ആയിരിക്കാൻ കാരണം അത് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അവരുടെ തെറ്റുകൊണ്ടോ അവരുടെ പ്രവൃത്തി കൊണ്ടോ ആണ് ഈ ഒരു ബന്ധം ഇങ്ങനെ ആയത് എന്നുള്ളത് അവർക്ക് പൂർണ്ണ വിശ്വാസം അവരുടെ മനസ്സിലുണ്ട്. രണ്ടാമതായി വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് മൈ ലൈഫ് ഈസ് വർത്ത്ലെസ് വിത്തൗട്ട് യു. നിങ്ങളില്ലാതെ എൻ്റെ ജീവിതത്തിന് യാതൊരു വാല്യൂ ഇല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സെക്കൻഡ് പൈലിൽ ഒരു ഹാങ്ഡ് മാൻ പോസ്റ്ററിൽ അവർ ഇരിക്കുന്നു, അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചേഞ്ചസുമായി അവർ കംബാക്ക് ആകാൻ ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതാണ്. എല്ലാവർക്കും എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഹാവ് എ ഗുഡ് ഡേ.